നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അതിനാവശ്യമായ ചേരുവകൾ: 200 ഗ്രാം പനീർ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ട് പേസ്റ്റാണ്. ഒരു 10 കാഷ്യൂനട്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമിൽ അരച്ചെടുത്തതാണ്. ഇത് 2 മീഡിയം തക്കാളി അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി. ഇനി പൊടികൾ: ഇത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ട, പിന്നെ നമുക്ക് ആവശ്യത്തിന് ബട്ടറും. ഇത്രയാണ് ആവശ്യമുള്ളത്. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ട് നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. സവാള ഇപ്പോൾ അത്യാവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിന് നമുക്ക് അടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ വഴറ്റിയെടുത്ത് തരാൻ വേണ്ടി നമ്മൾ അരച്ചെടുത്തതാണ് ഈ പേസ്റ്റ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫുൾ ബട്ടറിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൽ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കണം. മൂത്തിട്ട് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനി ഇതിൻ്റെ ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. മസാല എല്ലാം തിളക്കുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കണത്. എന്നാലും അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബാക്കി ചേർക്കാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വെച്ചിരുന്ന ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അതിന് ചുവ വ്യത്യാസം ഉണ്ടാവും. ഇതിനൊന്ന് തിളപ്പിച്ചിടണം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഗ്രേവി. നമുക്ക് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഞാൻ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഒരു നുള്ളു പഞ്ചസാര. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ കൂടെ ചപ്പാത്തിയും അതുപോലെ ബട്ടർ നാനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.